കിട്ടില്ല, ഒരു രക്ഷയില്ല. ആണല്ലേ? ഇഷ്ടപ്പെട്ടു ശരിക്കും. നമ്മള് ഉണ്ണിമോഹന്റെ സ്വാഗാണ് ഇഷ്ടപ്പെട്ടെ. ഉണ്ണിമോഹനും കൊള്ളാം, എല്ലാവരും കൊള്ളാം. ജഗദീഷും കൊള്ളാം. ഇപ്പം സെക്കൻഡ് ഹാഫ് വന്നിട്ട് നമുക്കത് ഒരു പ്രൊഡിക്ഷനിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മൾ മിഖായലിന്റെ ഒരു സെക്കൻഡ് ആയിട്ട് നല്ല ഫീൽ ചെയ്തത്, ഒരു എക്സ്ട്രീം വേർഷൻ ആയിട്ടാണ് കാണുന്നത്. അതുമായിട്ട് കണക്ഷൻ ഉണ്ടോ? ചെറിയൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നു. ജഗദീഷേട്ടൻ പറഞ്ഞ പോലെ ഒരു വയലൻസിന്റെ എക്സ്ട്രീം എത്തിയിട്ടില്ല, അത്രയൊന്നും എത്തിയിട്ടില്ല. ഇതൊന്നും പോരാ, ഇനിയും വേണം വയലൻസ്, ഇനിയും വേണം. കില്ലിന് മേളിൽ വേണം. അതാണ് നമ്മുടെ ഉദ്ദേശം. പബ്ലിസിറ്റി അതാണ് നമുക്ക് ഇനി പ്രതീക്ഷയുണ്ട്. വയലൻസ് ആണ്, നല്ല കിടിലൻ മേക്കിംഗ് ആണ്. ഉണ്ണിമൂന്തന്റെ പെർഫോമൻസ് സ്വാഗതം നമ്മള് കിടിലായിട്ട്. ഇൻട്രൊഡക്ഷൻ സൂപ്പർ, ആക്ഷൻ സീൻസ് ഒക്കെ സൂപ്പർ. ആ ഒരു ക്യാരക്ടറിന്റെ മാത്രം സെപ്പറേറ്റ് ഫാമിലിയുടെ സിദ്ദീഖ് ഉണ്ണിമൂന്തൻ, ആ ഫാമിലിയുടെ ഒരു സ്റ്റോറി അങ്ങോട്ട് പറയാം. ഫുൾ വയലൻസ്, അത്യാവശ്യം നല്ല വയലൻസ് കാണിക്കുന്ന വയലൻസിലോട്ട് കടക്കുന്നേ ഉള്ളൂ. ഇമോഷണലി കണ്ടാണ്. വയലൻസ് നമ്മൾ ആദ്യം കാണുമ്പോൾ പറഞ്ഞ പോലെ വയലൻസ് ഒന്നും കാണാനില്ലല്ലോ എന്ന് കരുതും. പക്ഷെ ഇൻട്രോഡ് സീൻ ആകുമ്പോൾ റേഞ്ചിലോട്ട് എത്തുന്നു. ഒരു കില്ലിന്റെ അത്രയ്ക്കിപ്പോ എത്തിയിട്ടില്ല. ഈ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്? ഇതുവരെ കാണാത്ത രീതിയിലാണ് പുള്ളി വന്നിരിക്കുന്നത്. എല്ലാം ലെവലിൽ പോകാൻ നൈസായിരിക്കും. കില്ലിന്റെ ലെവലിലേക്ക് എത്തി. ഇതിനെക്കാട്ടി വയലൻസ് ഇൻട്രോൽ പഞ്ച് എങ്ങനെയുണ്ട്? പഞ്ച് അത്രയും ടക്കില്ലായിരുന്നു, അത് കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് ഹാഫാണ് ഇരിക്കുന്നത്. ഹൈ മൂവ്മെന്റ് ഇതുവരെ ആയിട്ടില്ല. ഒരു സെക്കൻഡ് ഹാഫിലായിരിക്കും ഇനി വരാൻ പോകുന്ന എന്തോ വലിയ കാര്യമായിട്ടുള്ളൊരു സാധനം നമുക്ക് ഇന്റർവെൽ പോർഷനിൽ തരുന്നുണ്ട്. എൻഗേജിങ് ആക്കി കൊണ്ടുവരുന്നു, പടത്തിലേക്ക് എത്തി. ജഗദീഷിന്റെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. ഒരു ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ടൈപ്പ്. അതെ, പക്കായിട്ട് തന്നെ വരുന്നുണ്ട്. ഉണ്ണിമൂന്നൻ ആ ഒരു സ്റ്റൈലിഷ്, ആ സ്വാഗും എല്ലാം സ്റ്റൈലിഷ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്.